നമസ്കാരം. ഒരു സഖാവിന്റെ ദൃശ്യമാണ്. ദേ നോക്കിയേ. ഗുരുതരമായി പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്ന തിരുവനന്തപുരം പാലോട് സ്വദേശിയായിട്ടുള്ള ഷാൻ ശശിധരൻ. നിങ്ങൾ എത്ര മാധ്യമങ്ങളിൽ ഈ വാർത്തകൾ? തിരുവനന്തപുരം ജില്ലയിലെ പാലോട് ക്ഷേത്രത്തിൽ ഗണഗീതം പാടിയതിന്റെ പേരിൽ ചെറുക്കാൻ ശ്രമിച്ച സഖാവാണ്. സഖാവിന് നേരെ RSSകാരുടെ ക്രൂര ആക്രമണത്തിൽ കൈക്ക് പൊട്ടലേറ്റു, തലയ്ക്ക് പരിക്കേറ്റു, കമ്പിപ്പാര കൊണ്ടുള്ള അടിയേറ്റു. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. എന്തുകൊണ്ട് ഈ വാർത്ത? കേരളത്തിൽ ഇതുപോലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി മാധ്യമങ്ങളിലൂടെ RSSനെതിരെ പോരാടുന്നവരാണല്ലോ VD സതീശനും സംഘവും. പക്ഷേ യഥാർത്ഥത്തിൽ അവർ തന്നെ മാധ്യമങ്ങളിലൂടെ പറയാറുണ്ട്, RSS ശാഖയ്ക്ക് കാവൽ നിൽക്കാറുണ്ട്, ഗോൾവാൾക്കറിന്റെ ചിത്രത്തിൽ തിരികൊളുത്താറുണ്ട്. പക്ഷേ കേരളത്തിലെ ലീഗുകാരന്മാർക്കും ജമാഅത്തുകാരന്മാർക്കും ഏറ്റവും വലിയ സംഘപരിവാർ പ്രതിരോധക്കാരാണ് കോൺഗ്രസും ഇന്നത്തെ നേതൃത്വവും. വരും കാലങ്ങളിൽ രാജ്യത്താകമാനം എങ്ങനെയാണോ സ്വന്തം തറവാടിലേക്ക് അവർ തിരികെ മടങ്ങിപ്പോയത്, അതുപോലെ എപ്പോൾ തിരിച്ച് സംഘപരിവാറിലേക്ക് പോകട്ടെ എന്ന ഹാഫ് മനസ്സുമായിട്ട് നിൽക്കുന്ന കോൺഗ്രസ്സുകാരെ അധികാര കസേരകളിലെത്തി അതിന്റെ പിന്നിലൂടെ മതത്തിന്റെ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ ഈ കാഴ്ചയ്ക്കൊക്കെ മറുപടി പറയണം. ഷാൻ ശശിധരൻ പാലോടിന് സമീപമുള്ള ഇലവുപാലം കൊല്ലായി അപ്പുപ്പൻ നടയ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് ചല്ലിമുക്കിൽ നടത്തിയ ഗാനമേളയിൽ ഗണഗീതം പാടാൻ ശ്രമിച്ചത്. ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് ഗണഗീതം പാടാൻ പറ്റില്ല എന്ന ശബ്ദമുയർത്താൻ അവിടെ ഒരേ ഒരു വ്യക്തിയെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇടതുപക്ഷത്തിന്റെ ശബ്ദമായിരുന്നു. കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരന് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ? എന്തിന്റെ പേരിലാണ് ഈ മർദ്ദനം ഏൽക്കേണ്ടി വന്നത്? ഫീൽഡിൽ RSSനെ പ്രതിരോധിക്കാൻ ആരുണ്ട്? കേരളത്തിലെ മാധ്യമങ്ങളിലൂടെയും കേരളത്തിലെ തീവ്ര മതനിലപാടുകാർക്കും കോൺഗ്രസ്സുകാരാണ് അത്ര RSS പ്രതിരോധം. CPMുമായിട്ട് വലിയ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, അഡ്ജസ്റ്റ്മെന്റ് ആണ്. പക്ഷേ ഈ കോൺഗ്രസ്സുകാർക്ക് ഷാൻ ശശിധരനെ പോലെ RSSൽ നിന്ന് ശരീരത്ത് ഒരു നേരിയ പോറൽ പോലും ഏൽക്കാറുമില്ല. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു സംഘടനയെ പ്രതിരോധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അറ്റാക്ക് ഉണ്ടാകേണ്ടത് പ്രതിരോധിക്കുന്നവർക്കെതിരെയാണ്. നമ്മുടെ നാട്ടിൽ അത്തരം കാഴ്ചകൾ സതീശനെതിരെയോ സതീശന്റെ പിന്നിലുള്ള കോൺഗ്രസിനെതിരെയോ ഉണ്ടാകാറില്ല. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഫീൽഡിൽ ഇപ്പോഴും RSSന്റെ വളർച്ചയ്ക്കെതിരെ ശബ്ദമുയർത്തുന്നത്, പൊതുപരിപാടികളിൽ RSSന്റെ ഗണഗീതം പാടാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് അവിടെ കൈയടിക്കലാണ്. ആ കൈയടിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് പണ്ട് ബാബറി മസ്ജിദ് തകർന്നു വീണപ്പോൾ എങ്ങനെയാണ് ലീഗ് പിന്നിൽ നിന്ന് മൗന പിന്തുണ കൊടുത്തത്, അതുപോലെയാണ് ഇന്നിപ്പോ സംഘപരിവാർ ഈ നാട്ടിൽ വളർന്നാലും കുഴപ്പമില്ല, എങ്ങനെയും ഇടതുപക്ഷം തകർന്നാൽ മതി എന്ന് കരുതുന്നിടത്ത് ഈ ഷാൻ ശശിധരനൊക്കെ ഏൽക്കുന്ന മർദ്ദനം പോലും നമ്മുടെ നാട്ടിൽ ചർച്ചയല്ല, വാർത്തയല്ല. അയാൾക്ക് പരിക്കേറ്റ വിഷയത്തിൽ ഒരു പ്രതികരണം പോലും എടുക്കാതെ ആ ശബ്ദങ്ങളെയൊക്കെ ജനങ്ങളെ കേൾപ്പിക്കാതെയും RSSനെതിരെ ശബ്ദിച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിലും ആക്രമിക്കപ്പെടേണ്ടവർ ഇടതുപക്ഷക്കാരാണ്. അവർ ആക്രമിക്കപ്പെട്ടാൽ വാർത്തയല്ലാതെ പോകുന്ന രീതി കൂടി ഈ നാട് കാണേണ്ടതാണ്. ഇങ്ങനെയൊക്കെ RSSനെ ചെറുക്കുമ്പോഴും ചുളുവിൽ RSS പ്രതിരോധികളാണെന്നും ഇന്ത്യയിൽ ആകമാനം കോൺഗ്രസ് തന്നെ RSS ആയി മാറിയിട്ടും ഈ നാട്ടിൽ അധികാരത്തിലേക്ക് വരാൻ ലീഗന്മാർക്ക് മറ്റു വഴികളില്ലാത്തതുകൊണ്ട് RSSന്റെ സഹായത്തോടുകൂടി കോൺഗ്രസ് എന്ത് പ്രവർത്തനം ചെയ്താലും അതിന് പിന്തുണ കൊടുക്കുകയും ഇടതുപക്ഷത്തെ തകർത്ത് നാമാവിശേഷമാക്കി നമുക്കിവിടെ ഒരു സംഘിക്കോട്ട നിർമ്മിക്കാമെന്നുള്ള നിലയ്ക്ക് അവർ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോഴും അധികാരത്തിന് വേണ്ടിയല്ല, ഈ നാടിന്റെ സമാധാനത്തിന് വേണ്ടിയും മതേതരത്വം കാത്തു സൂക്ഷിക്കാനും എവിടങ്ങളിൽ RSS വലിയ ശബ്ദമായി മാറുന്നുണ്ടോ, കനൽ ഒരു തരിയാണെങ്കിലും ശരി, അത് ശരീരത്തിന് വലിയ പരിക്കേൽക്കുമെന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ അത്തരം ശബ്ദങ്ങൾക്കെതിരെ പ്രതിരോധം ഉയർത്തുകയും അതിന്റെ പേരിൽ വേട്ടയാടപ്പെടുകയും ചെയ്യുന്ന ഒരൊറ്റ പ്രസ്ഥാനമേ കേരളത്തിലുള്ളൂ എന്നതിന്റെ തെളിവാണ് ഈ ഉത്സവ കാലഘട്ടങ്ങളിൽ പലയിടങ്ങളിലും RSS ഗണഗീതം മുഴക്കാൻ ശ്രമിക്കുമ്പോൾ അവിടങ്ങളിലെല്ലാം ഒരു ചെറുത്തുനിൽപ്പായി ഇടതുപക്ഷ പ്രവർത്തകർ മാറുന്നത്. ഇതിനൊന്നിനും കാണാത്ത ഫീൽഡിൽ RSSനെതിരെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും പൊറലേൽപ്പിക്കാതെ അവരോടൊപ്പം നിന്ന് ഗണഗീതം ആഘോഷിക്കുന്ന കോൺഗ്രസ്സുകാർ ഈ നാടിന്റെ മതേതര സംരക്ഷകരാണെന്ന് വിശ്വസിക്കുന്ന കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് വരും കാലങ്ങളിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയുന്നത് വരെ ഇത് തകർന്നു പോയാൽ നിങ്ങളുടെ ജീവിതം പോലും അരക്ഷിതാവസ്ഥയിലേക്ക് പോകുന്നത് എങ്ങനെയെന്ന് ഇത്തരം പ്രതിരോധങ്ങൾ നഷ്ടപ്പെടുന്ന കാലഘട്ടത്തിൽ മാത്രമേ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയൂ എന്ന് മാത്രമേ പറയാനുള്ളൂ.